ഹരിത പോളിംഗ് ബൂത്ത് ഒരുക്കി കട്ടപ്പന നഗരസഭയിലെ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രകൃതി സൗഹാർദ്ദമാക്കുന്നതിനായാണ് ഇലക്ഷൻ കമ്മീഷന്റെയും നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ ഹരിതചട്ടം പാലിച്ചുള്ള പോളിംഗ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ മികവ് കൊണ്ട് ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഈ ഹരിത പോളിംഗ് ബൂത്ത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പനമ്പ്, ഓല, മുള, ഈറ, പായ, കച്ചി തുടങ്ങിയ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കട്ടപ്പന നഗരസഭയിലെ കല്ലുകുന്ന് വാർഡിലെ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ മാതൃകാ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഹരിത ബൂത്ത്. ഇവിടെ വോട്ടർമാർക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടവും ദാഹജലത്തിനായി മൺകൂജിയും ഒരുക്കിയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യവും ബന്ധപ്പെട്ട സന്ദേശങ്ങളും ബൂത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സെൽഫി പോയിന്റും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെയും ജില്ലാ ശുചിത്വ മിഷൻ്റെയൊക്കെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ തിരഞ്ഞെടുപ്പിലും ഹരിതചട്ടം മാക്സിമം പാലിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബൂത്തൂടെ സജ്ജമാക്കിയത്. നഗരസഭയിൽ 35ഓളം ബൂത്തുകൾ നമുക്കുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബൂത്ത് നമ്മൾ ഹരിതചട്ടം പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് ഒരു ബൂത്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന ലക്ഷ്യത്തോടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രകൃതി സൗഹാർദ്ദപരമായ മെറ്റീരിയൽസ് മാത്രം നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു ബൂത്താണിത്. നമ്മൾ മറ്റേ കച്ചി, പനവാഴ, അങ്ങനെയുള്ള മുള, പിന്നെ പൂജ, മൺപൂജ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ്റെ പ്രചരണം മുതൽ ഒടുക്കം വരെ മാക്സിമം നമ്മുടെ നഗരസഭകളിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുത്തത്. ഇത് മറ്റ് എല്ലാ നഗരസഭകളിലും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കട്ടപ്പന നഗരസഭയിൽ ഈ ട്രൈബൽ സ്കൂളിൽ ഒരു ഹരിത ബൂത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. കട്ടപ്പന നഗരസഭയിലെ ജീവനക്കാരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഹരിത ബൂത്ത് നിർമ്മിക്കാൻ സാധിച്ചത്. വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള അലങ്കാരപ്പണികളും നടത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പ്രചാരണം മുതൽ വോട്ടെടുപ്പിന് ശേഷമുള്ള ശുചീകരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായും പാലിക്കണം. ഒപ്പം ബൂത്തുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഹരിതചട്ടം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.